ഹലോ, സമയം രാവിലെ 7:20 കേട്ടോ. നമ്മൾ ബാൻ റാക് തായ് എന്ന് പറയുന്ന വില്ലേജിലാണ്. ഇവിടെയാണ് ഞാൻ താമസിച്ചത്. നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നില്ലേ, അതുപോലത്തെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ, ഒരു യെല്ലോ കാറ്. തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് ഇപ്പോൾ 8 മണിക്കുള്ള ആ ഒരൊറ്റ വണ്ടി മാത്രമേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യം ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും. അതായത് ഇത്രയും ആളുകൾ വരുന്ന ഈ ഒരു സ്ഥലത്തേക്ക്, ഈ ഒരു പ്രോവിൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള മെയ്ഹോങ്സോങ് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കാറ് ഒരു ദിവസം, തിരിച്ച് അങ്ങോട്ട് ഒരു കാറ് ഒരു ദിവസം. ആ ഒരു വണ്ടി മാത്രമേ ഇവിടെ ഓടുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്വന്തം കാറുകൾ, ബൈക്കുകളൊക്കെ എത്ര യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് മാക്സിമം പഠിക്കാതെ പോകുന്നതിൻ്റെ പ്രശ്നം കേട്ടോ. ആ വണ്ടി എങ്ങനെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നാളെ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരുപാട് പൈസ കൊടുത്തിട്ട് ടാക്സി എടുത്തിട്ട് പോകേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു ചൈനക്കാർ മാത്രം താമസിക്കുന്ന ഒരു വില്ലേജ് ഈ മലമുകളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. അതിൻ്റെ കുറച്ചൊക്കെ കാഴ്ചകളും അറിവുകളൊക്കെ കിട്ടിയല്ലോ, അതിൽ തൃപ്തിപ്പെട്ടിട്ട് നമുക്ക് പോവാം. ഇത് കണ്ടോ, ഇന്നലെ ഉള്ള മഴ ഉണ്ടല്ലോ, ഇന്നലെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഇവിടെ വരുമ്പോൾ ഉള്ള മഴ കേട്ടോ. അത് ഇടയ്ക്കെപ്പോഴോ കുറച്ച് സമയമൊന്നും ഇല്ലാതായി എന്നുള്ളൂ. ബാക്കി ഫുൾ ടൈം ആ ചെറിയ മഴ കേട്ടോ, ഒരു സ്പ്രേ പോലത്തെ മഴ അതിപ്പോഴും ഉണ്ട്. ലേക്ക് കണ്ടോ, ശാന്തമായി കിടക്കുന്നത്. ഈ ലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, വല്ലാത്തൊരു വൈബാണ്. അത് നമ്മൾ വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖം കിട്ടും. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഈ ബോട്ടിൻ്റെ ഡിസൈൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന്. ലുക്ക് വൈസ് അല്ല കേട്ടോ, അതിൻ്റെ പ്രായോഗിക വശം വെച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ താഴത്ത് മറ്റേ നമ്മൾ ഈ ഹള്ള് എന്നൊക്കെ പറയില്ലേ ബോട്ടിൻ്റെ, അങ്ങനെയല്ലേ പറയാം, അതിന് പകരം കണ്ടോ ഇങ്ങനെ PVC പൈപ്പ് വെച്ചിട്ട് നമ്മൾ DIY വെച്ചിട്ട് ആൾക്കാർ ബോട്ട് ഉണ്ടാക്കാറില്ലേ, ഇങ്ങനെ PVC പൈപ്പ് വെച്ചിട്ട്, അതുപോലെ വെള്ളത്തിൻ്റെ ക്യാനൊക്കെ വെച്ചിട്ട് അതുപോലത്തെ ഒരു പരിപാടി ഇട്ടത് കണ്ടോ. വെറുതെ അല്ല ഇത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാത്തത്. എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയോ തുഴയുന്ന ആൾക്കാർക്ക്. ശരിക്കും പറഞ്ഞാലേ, ഞാനിന്നലെ ഈ ഗ്രാമത്തിൻ്റെ ഹിസ്റ്ററി പറഞ്ഞില്ലേ, അന്ന് ആ പട്ടാളക്കാർ വന്നിട്ട് ഇവിടെ ആദ്യമായിട്ട് താമസം തുടങ്ങുന്നത് ആക്ച്വലി ഈ ലേക്കിൻ്റെ പരിസരങ്ങളിലും ഇതിൻ്റെ കരയിൽ ആയിട്ട് ചുറ്റും ഒക്കെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നീട് ഇങ്ങനെ ആളുകൾ ഇങ്ങോട്ട്, അതായത് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങിയ സമയമായപ്പോഴത്തേക്കും ഇവിടെയുള്ള ഈ ലേക്കിൻ്റെ തീരങ്ങളിൽ നിന്നൊക്കെ ഈ സെറ്റിൽമെൻറ്റ്സൊക്കെ മാറി എന്നാണ്. ഇപ്പം നമുക്ക് ഈ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന മിക്കവാറും കെട്ടിടങ്ങളെല്ലാം ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ദൂരെ കാണുന്നില്ല, ഈ കോട മൂടി കിടക്കുന്ന ചെറിയ ചെറിയ മലകളൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞ് വീടുകളായിട്ട് ചെറിയ ചെറിയ സെറ്റിൽമെൻറ്റ്സ് വേറെ വേറെ കുറേ ഉണ്ട് ഇത്രേ. പക്ഷേ അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അവിടെ ഒരു യെല്ലോ കാർ നിർത്തിയിട്ടിട്ടുണ്ട്, അതാണോ എന്ന് സംശയമുണ്ട് എനിക്ക്. അഥവാ ആൾക്കാർ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടുപോകും. ഈ വണ്ടിയാണെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന ചെക്കന്മാരത്ത് ഇതിൻ്റെ ഡ്രൈവർ എവിടെയെന്ന് ചോദിച്ചിട്ട് ഡ്രൈവർ എന്നുള്ള വാക്ക് പോലും അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം. ഈ വണ്ടി ഈ വണ്ടിയല്ല, ഇതല്ല, ഇതിനകത്ത് സീറ്റൊന്നുമില്ല. ഏകദേശം ഇതുപോലെയാണ് ആ വണ്ടി, അതാണ് ഞാൻ സംശയിച്ചത്. എനിക്ക് എന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ നമ്മളിപ്പോൾ പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന യെല്ലോ കാറുണ്ടല്ലോ, അത് കുറച്ച് അപ്പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ അവിടുന്ന് തന്നെ ആൾക്കാരെങ്ങാനും അതിനകത്ത് ഫില്ലായിട്ട് വരുമോ, ഇവിടെ എത്തുമ്പോൾ എനിക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഹായ്. I'm going today. Yeah. Because I booked my flight ticket from Chiang Mai to Bangkok. Okay. അങ്ങനെ വണ്ടി കിട്ടിട്ടോ. അതായത് 8 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 8:25 ആയിട്ടോ. ഞാനൊന്ന് പേടിച്ചു, ഇതിൻ്റെ ഡ്രൈവർക്ക് എന്തെങ്കിലും ഒരു പനി വന്നാൽ പോലും ചിലപ്പോൾ ഇത് മുടങ്ങിക്കൂടെ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാൻ റാക് തായ് വില്ലേജിനോട് വിട പറയാൻ കേട്ടോ. ഓരോ സ്ഥലത്തിൻ്റെയും പേരൊന്ന് പഠിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് വിടും. ഈ ചൈനീസ് വില്ലേജ് എന്നതിനപ്പുറം ഈ ബാൻ റാക് തായുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ വളരെ മനോഹരമായ മലനിരകളും അതിൻ്റെ താഴ്വരകളും കാണാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ മലഞ്ചെരുവുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും പിന്നെ ഈ ഒരു കൂൾ ക്ലൈമറ്റുമാണ് ബാൻ റാക് തായുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഇവിടേക്ക് ആളുകൾ വരുന്നത്, ഇവിടെ ഒരു ടീ ടേസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ, ഒരു ആക്ടിവിറ്റി.
അത് എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ ചൈനീസ് യുനാനീസ് ഭക്ഷണം എക്സ്പീരിയൻസ് ചെയ്യാനും പിന്നെ ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയം കേട്ടോ ഇവിടുത്തെ ഏറ്റവും നല്ല സീസണ്. അപ്പോൾ വരാൻ താല്പര്യപ്പെടുന്നവർ ആ ഒരു സമയം ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അതായത് തണുപ്പ് കാലം. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടിട്ട് നല്ല രസമുണ്ട് ട്രാവൽ ചെയ്യാൻ. ഈ വണ്ടി ഇങ്ങനെ ഫുൾ ഓപ്പൺ അല്ലേ, അപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് നല്ല തണുത്ത കാറ്റാണ്. പിന്നെ പുറത്തേക്ക് നോക്കുമ്പോഴും നല്ല ഭംഗിയാണല്ലോ കാണാൻ, നല്ല പച്ചപ്പ് നിറഞ്ഞ് ദൂരെ കോടയൊക്കെ ആയിട്ട്. ശരിക്കും ഇവിടെ വരുമ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന ഒരു തായ് സ്വദേശി കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ പുറപ്പെട്ടിട്ട് ആ കാട്ടുപാതയിലൂടെ ഇന്നലെ കയറി വന്ന ആ കയറ്റൊക്കെ തിരിച്ചിറങ്ങിയിട്ട് 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ ഇന്നലെ ഈ വണ്ടി പുറപ്പെട്ട ആ സ്ഥലത്തെത്തിട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പേര് ഇറങ്ങി ഈ വണ്ടി ബസ് സ്റ്റാൻഡിലേക്ക് പോകുത്രേ. അതുകൊണ്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. തൊട്ടടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മൈ ഹോങ് സോൺ ബസ് സ്റ്റാൻഡിലെത്തിട്ടോ. ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നിടത്ത് ഒരു ചേച്ചി ചിരിക്കുകയാണ്. മൈ ഹോങ് സോൺ, അതായത് നമ്മൾ ഈ എഴുതിയ പോലെ വായിക്കുകയാണല്ലോ. ഇവർ മൈ ഹോങ് സോൺ എന്നൊന്നും പറയില്ല, മയോങ് സോങ് എന്ന് പറയും. അതിപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരം എന്നൊക്കെ പറയുന്നതിന് പകരം നമ്മൾ തിരുവനന്തപുരം എന്ന് പറയില്ല, തിരുവനന്തപുരം. ആ ഒരു അവസ്ഥയാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നമ്മുടെയൊക്കെ സ്ഥലപ്പേര് ശരിക്കും ഒറ്റ വാക്കുകളല്ലേ? അതായത് 2 വാക്കുകൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കാരണവന്മാരായിട്ട് അതിനെ പിരിച്ചെഴുതാതെ ചേർത്ത് എഴുതിയത് കൊണ്ട് നമ്മുടെ സ്ഥലപ്പേരൊക്കെ മിക്കവാറും എൻ്റെ അറിവിൽ എല്ലാം ഒറ്റ വാക്കുകളാണ്. ഇവിടെയൊക്കെ 2, 3, 4 വാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ മിക്കവാറും സ്ഥലത്തിൻ്റെ പേരുകളിൽ. അങ്ങനെ വേറെ വേറെ തന്നെ എഴുതിയിട്ട്, ഇപ്പം ഇതുപോലെ തന്നെ മൈ ഹോങ് സോൺ എന്നൊക്കെ എഴുതിയ പോലെ അങ്ങനെ വേറെ വേറെ എഴുതും. അപ്പം നമ്മളെന്തായാലും ഇവിടെ ഈ മയോങ് സോങ്ങിൽ അവർ പറയുന്ന രീതിയിൽ മയോങ് സോങ്ങിലെ ബസ് സ്റ്റാൻഡിലെത്തിട്ടോ. ബസ് സ്റ്റാൻഡ് അടിപൊളി കേട്ടോ, നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്താണ്. കണ്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഉള്ള വ്യൂ കണ്ടോ? ശരിക്കും തായ്ലാൻഡിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴേ നമ്മളിങ്ങനെ ഉള്ളേരിയ കൂടെയൊക്കെ പോകുമ്പോൾ, നഗരങ്ങളൊക്കെ വിട്ടിട്ട് അകത്തേക്കൊക്കെ പോകുമ്പോഴും ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകുന്നത് ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഇവർ ചെലുത്തുന്ന ശ്രദ്ധ അടിപൊളിയാട്ടോ, ഞെട്ടിപ്പോവും. എല്ലാ സ്ഥലത്തും റോഡുകളൊക്കെ നല്ല പക്കയാണ്, അടിപൊളി റോഡുകളാണ്. എല്ലാ തരത്തിലും ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് സൂപ്പറാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നഗരങ്ങൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത്ര പ്രോപ്പറാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വലിയ വലിയ ബസ്സുകളൊന്നും ഞാൻ ഒട്ടും കാണുന്നില്ല, ചെറിയ മിനി വാനുകളാണ്. ഇതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ വീണ്ടും ഒന്ന് പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയുണ്ടോ. ഇതെന്താവുമെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ചിയാങ് മായിൽ നിന്ന് തിരിച്ച് ബാങ്കോക്കിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇന്ന് രാത്രിക്ക്. ഈ മിനി വാനുകളും ബസ്സുകളും അത്ര മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തി ബസ് സ്റ്റാൻഡിൽ. 11 മണിക്ക് ബസ് ഉണ്ടെന്ന് ഞാൻ ഓൺലൈനിൽ കണ്ടു. അപ്പോൾ 9:30 എത്തിയപ്പോൾ സുഖമായിട്ട് എനിക്ക് ആ ബസ് കിട്ടും. ബസ് എന്നാണ് നമ്മൾ പറയുന്നത്, ഓൺലൈനിൽ കാണുന്നത് ബസ് എന്നാണ്. ഇവിടെ നോക്കിയപ്പോൾ അതൊരു മിനി വാനാണ്. അതിനകത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് ഫുള്ളാണ്. 11 മണിക്കുള്ള വണ്ടി ഫുള്ളാണ്. ഇനിയിപ്പോൾ ഉള്ളത് വൈകിട്ട് 5 മണിക്കും പിന്നെ 8 മണിക്കുമാണ്. ഈ 2 വണ്ടിക്കും പോയിട്ട് കാര്യമില്ല, എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവും. അപ്പോൾ ഞാൻ അവരുടെ കൗണ്ടറിൽ പോയിട്ട് സംസാരിച്ചപ്പോൾ ഒരു മാർഗ്ഗമല്ല. ഇവരൊക്കെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്ത് തരാൻ പറ്റില്ലല്ലോ. നമുക്ക് തറയിലിരുന്ന് നമ്മളെ കൊണ്ടുപോകാനും പറ്റില്ല. ഞാൻ വേണമെങ്കിൽ റെഡിയാണ്, അതിൻ്റെ ഫ്ലോറിൽ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പോകാൻ. പക്ഷേ അതിന് അവർക്ക് അനുവാദമില്ല അങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകാൻ. കൗണ്ടറത്തെ ആൾക്കാർ പക്ഷേ നമ്മുടെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ പരമാവധി ട്രൈ ചെയ്യുന്നുണ്ട്. 11 മണി മുതൽ കുറേ വണ്ടികളുണ്ട്. 5 മണി വരെയുള്ള ഒരു വണ്ടിയിലും ടിക്കറ്റ് ഇല്ല, സീറ്റില്ല. ശരിക്കും നമുക്ക് മൈ ഹോങ് സോങ് ടു ചിയാങ് മായ് ഡയറക്റ്റ് പോകാൻ പറ്റും. 4 മണിക്കൂർ എങ്ങാനാണ് സമയം വരിക. അതിനാണിപ്പോൾ ഈ ടിക്കറ്റ് ഇല്ലാത്തത്. വേറൊരു ഓപ്ഷൻ ഉള്ളത് 11 മണിക്ക് പായിലേക്ക്, നമ്മൾ വന്ന പായിലേക്കൊരു വണ്ടിയുണ്ട്, അതിലൊരു ടിക്കറ്റ് ഉണ്ട്. അതിൽ പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് 4 മണിക്കൊരു വണ്ടിയുണ്ട്, 3 മണിക്ക്. അതിന് പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കിട്ടുന്ന സമയത്തേക്ക് എനിക്ക് ചിയാങ് മായ് എത്താൻ പറ്റും. അപ്പോൾ അതിന് നോക്കാം. അപ്പോൾ അതിന് മുമ്പേ വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യൂ. ആരെങ്കിലും ക്യാൻസൽ ആവുകയാണെങ്കിൽ പോവാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കേട്ടോ. എൻ്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ട് 10 മണിയുടെ വണ്ടി പോയിട്ടോ. 10 മണിയുടെ വണ്ടിക്ക് ബുക്ക് ചെയ്ത മുഴുവൻ ആൾക്കാരും വന്നു, ആരും ക്യാൻസൽ ആയില്ല. നമ്മൾ വന്ന യെല്ലോ കാറില്ലേ, അതിൻ്റെ ഒഫീഷ്യൽ നെയിം തന്നെ യെല്ലോ കാർ തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ അതിൻ്റെ ഷെഡ്യൂളൊക്കെ വെച്ചിട്ടുണ്ട്. കൗണ്ടറിൽ പോയി നോക്കിട്ടോ,
അവരെന്നോട് സോറി പറയാം, സോറി ഒരു രക്ഷയില്ല, ഇത് ചെറിയ വണ്ടിയല്ലേ, നമ്മളെ ബാഗ് വെക്കാൻ പോലും കഷ്ടിച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ പിന്നെ ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്കതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയും പോകാമെന്നുള്ള പരിപാടിയൊന്നും നടക്കൂല. അപ്പോൾ നമ്മളിപ്പോൾ തീരുമാനിച്ചത് നമ്മൾ പായ് വഴി പോകാം എന്നാണ് കേട്ടോ. 11 മണിക്ക് നമ്മളിപ്പോൾ വന്നില്ലേ യെല്ലോ കാറ്, അങ്ങനത്തെ ഒരു കാറ് ഇവിടുന്ന് പായിലേക്ക് പോകുന്നുണ്ട്. 3 hours ഫ്രം ഹിയർ ടു പായ്. അവിടുന്ന് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പായിന്ന് ചിയാങ് മായ്ക്ക് മിനി വാൻ, അത് ഇവിടുന്ന് ബുക്ക് ചെയ്ത് തന്നു വരും കേട്ടോ. 150 ബാത്തിന് ഇവിടുന്ന് അത് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ അതിനകത്ത് പ്രശ്നം വരില്ല. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എത്തുന്ന സമയം കറക്റ്റ് ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ നോ ഇഷ്യൂസ്. നമുക്ക് ഈ 2 വണ്ടിയും കറക്റ്റ് ടൈമിന് ഓടി എത്തിയാൽ നമുക്ക് ഫ്ലൈറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ഫ്ലൈറ്റ് മിസ്സാവും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് 3 മണിക്കൂർ ഇരിക്കേണ്ടതാണ്. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഇത്തിരി പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഈ ബസ് സ്റ്റാൻഡ് ശരിക്കും ആ ടൗണിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വിട്ടിട്ടാണ് കേട്ടോ. ഉണ്ടോ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പാടങ്ങളൊക്കെയാണ്, നല്ല രസമല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പോലത്തെ ഉണ്ടല്ലേ. എനിക്ക് അവിടെ ഒരു ഹോൾസെയിൽ കട കിട്ടിട്ടോ. സാധാരണ കടകളൊന്നും ഇവിടെ അല്ല, ഒരു ഹോൾസെയിൽ കട കിട്ടി. അപ്പോൾ ഞാൻ സാധാരണ രാവിലെ കഴിക്കുന്ന പോലത്തെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. 7-Eleven നിന്ന് വാങ്ങുന്നതിൻ്റെ പകുതി പൈസക്ക് കിട്ടി. അത് കൊള്ളാലോ. 4-3-7 വണ്ടിയെ ഓടുന്നുള്ളെങ്കിലും ബസ് സ്റ്റാൻഡ് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഈ മിനി വാനിൻ്റെ ഒക്കെ ആകെ കുറച്ച് വണ്ടിയുള്ളൂ ഓടുന്നത് കേട്ടോ ഞാൻ കണ്ടെടുത്തോളം. അതിൻ്റെയൊക്കെ ടൈമും ഇതൊക്കെ നമ്മളെ എയർപോർട്ടിലൊക്കെ പോലെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്, പ്ലാറ്റ്ഫോം നമ്പർ അടക്കം. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി വന്നു കേട്ടോ. അടിപൊളി വണ്ടി. മോനെ, ഇനി ഇതിനകത്ത് ഇരുന്നിട്ടൊരു 3-3.5 മണിക്കൂറിൻ്റെ യാത്ര. അതിനുശേഷം മിനി വാനിലൊരു 3-3.5 മണിക്കൂറിൻ്റെ യാത്ര. പൊളിക്കും ഞാൻ. ഒരു തോടൊക്കെ ഒഴുകുണ്ടല്ലോ. ഒന്നും മനസ്സിലാവുന്നില്ല. സംഭവം കുറച്ച് സമയമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ബാക്കിൽ വന്നിരുന്നിട്ട് എഡിറ്റ് ചെയ്യുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഡ്രൈവർ വന്ന് വണ്ടി സ്റ്റാർട്ടാക്കി. 11 മണിയാണ് സമയം പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ 10:47 ആയിട്ടുള്ളൂ. സ്റ്റാർട്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ടും മാറ്റിയിടാനായിരിക്കുന്നു. പക്ഷേ പുള്ളി വണ്ടി എടുത്തത് പുറപ്പെട്ടു. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഓക്കെ, ഞാനും പിന്നെ ഒരു 2-3 കവറിൽ കുറച്ച് കടലയും അതുപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ ഉണ്ട്. വേറെ ഒന്നുമില്ല. ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും സ്റ്റോപ്പിൽ നിന്ന് ആളെടുക്കാണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പറഞ്ഞ പോലെ ഞാൻ ഒറ്റക്കല്ല, പക്ഷേ ആൾ വളരെ കുറവാണ് കേട്ടോ. അവിടുന്ന് തന്നെ 2 ലേഡീസ് വന്നു, അവർ മുമ്പിൽ കയറി. ബാക്കിൽ ഞാനും വേറൊരു ചേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ടിപ്പോൾ കുറച്ച് ദൂരം വന്നു, ഇപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കാൻ കേട്ടോ. എന്താ സംഭവം എന്നറിയോ? സാധാരണ നമ്മൾ വണ്ടിയും ബസ്സും ഒക്കെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് കാത്തിരിക്കും അല്ലേ. ഇവിടെ വണ്ടി ബസ് സ്റ്റോപ്പിൽ ആളെ കാത്തിരിക്കുന്ന അവസ്ഥയാണ്. ഈ സ്റ്റോപ്പിൽ നിന്ന് ആരോ കയറും എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ടില്ല. അപ്പോൾ അവരെ കാത്ത് ഡ്രൈവർ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഇറങ്ങി. ഈ 2 സ്ത്രീകളാണ് മുമ്പിലിരിക്കുന്നവർ. ഈ ചേട്ടനാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി വരാനുള്ള ആളെ കാത്തു നിൽക്കുന്നതാണ്. ഇങ്ങനെ എല്ലാ സ്റ്റോപ്പിലും ആളെ കാത്തു നിന്നാൽ എനിക്ക് പണി കിട്ടും. അങ്ങനെ ഒരു 20 മിനിറ്റെങ്കിലും അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അതിന് ശേഷം യാത്രക്കാരൻ വന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് പുറപ്പെട്ടു. കുറേ പോയതിന് ശേഷം എവിടേക്കേ നിർത്തിയിട്ട് വീണ്ടും കുറേ പച്ചക്കറികളൊക്കെ ലോഡൊക്കെ കയറ്റിട്ടോ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞതുപോലെ ഇത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെയുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെയും കുറേ പോയി. അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ടായിരുന്നില്ലേ, ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോയിൻ്റ്. അവിടെ വണ്ടി നിർത്തി. എന്നിട്ട് യാത്രക്കാരെല്ലാവരും ഞങ്ങളുടെ, ഇപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ടും ബാക്കിയുള്ളവർ അവരുടെ ID കാർഡൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 സ്ത്രീകളുണ്ടായിരുന്നില്ലേ, അവരുടെ കയ്യിൽ എന്തോ ID കാർഡ് ഇല്ല. അവരുടെ ഐഡൻറ്റിറ്റി തെളിയിക്കാനുള്ള ഒന്നും അവരുടെ കയ്യിലില്ലാത്തതുകൊണ്ട് അവരോട് അങ്ങോട്ട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു കേട്ടോ. അവരങ്ങോട്ട് പോയി കുറേ സമയം സംസാരിച്ചു. പിന്നെ തിരിച്ചു വന്നു. വീണ്ടും അങ്ങോട്ട് തന്നെ വിളിച്ചു. ഒരു തീരുമാനമാകുന്നില്ല. അവിടെയും ഒരുപാട് സമയം കേട്ടോ. ഏകദേശം 20 മിനിറ്റിനും അരമണിക്കൂറിനും ഇടയിലുള്ള സമയം അവിടെയും ചിലവഴിക്കേണ്ടി വന്നു. വണ്ടി ഒരു സൈഡിലേക്ക് മാറ്റിയിടാനൊക്കെ പറഞ്ഞു. പിന്നെയും കുറേ അവരെന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം ഈ പെൺകുട്ടികളുടെ, ഈ സ്ത്രീകളുടെ കൂടെ നിന്നിട്ട് ഈ ഉദ്യോഗസ്ഥർ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം കേട്ടോ അവിടുന്ന് പിന്നെ വിട്ടത്. അതിനുശേഷം വണ്ടി വീണ്ടും പുറപ്പെട്ടു. നല്ല മനോഹരമായ താഴ്വാരങ്ങളും മലനിരകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ സുഖമായിട്ട് നല്ല റോട്ടിൽ കൂടി കുറേ ദൂരം മുന്നോട്ട് പോയി. അങ്ങനെ 2:39 കറക്റ്റ് നമ്മൾ പായ് ബസ് സ്റ്റേഷനിലെത്തി കേട്ടോ. അതായത് ചിയാങ് മായിന്ന് അന്ന് വന്നപ്പോൾ രാത്രിയിൽ ഞാൻ വന്ന് ഇറങ്ങിയ ആ സെയിം ബസ് സ്റ്റേഷനിൽ. ഇനി ഇവിടുന്ന് 4 മണിക്കാണ് നമ്മുടെ മിനി വാൻ. അത് ഞാൻ അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന സെയിം വണ്ടി തന്നെ കേട്ടോ, മിനി വാൻ.
ടൊയോട്ടയുടെ വണ്ടി. അത് സുഖമാണ്, പിന്നെ വലിയ കുഴപ്പമില്ലാത്ത യാത്രയാണ്. ഞാനിപ്പോൾ ഈ വന്നില്ലേ 3.5 മണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുത്തു കേട്ടോ. അതിന് ചാർജ് ആയത് 120 ബാത്താണ്. നമ്മൾ മേഹോസോങ്ങിന് നമ്മുടെ മറ്റേ ആ ചൈനീസ് വില്ലേജിലേക്ക് പോയില്ലേ, അതിന് 150 ബാത്താണ് ചാർജ് ചെയ്ത്. അവിടെ 40 കിലോമീറ്ററിന് 150 ബാത്തും, ഇത് 130 കിലോമീറ്റർ ഉണ്ട്, അതിന് 120 ബാത്തും. എന്താണ് എൻ്റെ ലോജിക്ക് എന്ന് മനസ്സിലായില്ല. സെയിം വണ്ടിയാണ്, യെല്ലോ കാർ. അപ്പോൾ ഞാനിവിടെ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് കൺഫേം ആക്കി. 4 മണിക്ക് ഇവിടുന്ന് പുറപ്പെടും. സീറ്റ് നമ്പറൊക്കെ കിട്ടി. ഞാനപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ വന്ന് കഴിച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അവിടുന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. പട്ടായ് വിത്ത് ചിക്കനാണ് ഓർഡർ ചെയ്തത്. പരിചയമില്ലാത്ത ഇനിയിപ്പോൾ തൽക്കാലം കഴിക്കേണ്ട, അന്ന് ഫുള്ള് യാത്രയാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വന്ന വണ്ടി ഉണ്ടല്ലോ യെല്ലോ കാറ്, അത് അത്ര വലിയ സുഖമൊന്നുമില്ല കേട്ടോ. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ സ്ഥലമാണ്, പുതിയ കാഴ്ചകളാണ്, പുതിയ അനുഭവങ്ങളാണ്, പുതിയ ആൾക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ യാത്ര ചെയ്യുന്നു എന്ന് മാത്രം. നമുക്ക് യാത്ര ചെയ്യൽ അത്യാവശ്യം കൂടിയാണല്ലോ. എനിക്കറിയില്ല എന്താണ് ഒരു ബസ്സോ അങ്ങനെ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയൊന്നും ഈ റൂട്ടിൽ ഇല്ലാത്തതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. കാരണം ഇതിനകത്ത് ഇരിക്കാൻ ഒരു സുഖമില്ല. പ്രായമുള്ള ആൾക്കാരൊക്കെ കഷ്ടപ്പെട്ടിരിക്കുന്നത് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. പിടിച്ചിരിക്കണം. ഒന്നാമത് നമ്മൾ ഈ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല കയറി ഇറങ്ങുകയാണ്, ഫുള്ള് വളവുകളാണ്. ഓരോ ഭാഗത്തേക്ക് വളയുമ്പോൾ നമ്മളിങ്ങനെ എല്ലാം പിടിച്ചിരുന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീഴും. എന്തായാലും എത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് മിനി വാനാണ്, ടൊയോട്ടയുടെ വണ്ടി, അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിലധികം സമയമുണ്ട്. അപ്പോൾ ലാവിഷായിട്ട് സമയം എടുത്ത് ഫുഡ് കഴിച്ചാൽ മതി, നോ ടെൻഷൻ. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഇളനീർ ഷേക്കും കൂടി കുടിച്ചതിന് ശേഷം കറക്റ്റ് 4 മണിക്ക് നമ്മുടെ വാന് പുറപ്പെട്ടു കേട്ടോ. കൃത്യം ഒരു 6:45-7 മണിൻ്റെ സമയത്ത് ഇവിടെ എത്തി. നമ്മൾ ചിയാങ്മായ് എത്തി. അവിടുന്ന് പിന്നെ നമ്മുടെ പതിവ് പോലത്തെ ഒരു റെഡ് കാർ കിട്ടി. റെഡ് കാറിൽ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്രസീലുകാരനും അതുപോലെ ഒരു ജർമ്മൻകാരനും. അവരുടെ ഒപ്പം എയർപോർട്ടിൽ വന്നു. ഇപ്പോൾ ദാ ചിയാങ്മായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2-ൽ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. നമ്മൾ നേരെ ബാങ്കോക്ക് പോവാണ്. 1 മണിക്കൂർ 10 മിനിറ്റ് ആണ് ഫ്ലൈറ്റ് ടൈം. 11:30 ഫ്ലൈറ്റ് കേട്ടോ. ഒരുപാട് സമയമുണ്ട്. നമ്മുടെ സുഹൃത്ത് നാട്ടിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്. ഞാൻ തായ്ലൻഡ് വന്നപ്പോൾ അവൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സമാധാനമല്ല. അപ്പോൾ അവൻ വരുന്നുണ്ട്. അപ്പം എന്നാൽ അവൻ്റെ കൂടെ 2 ദിവസം അവിടെ എനിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തിരിച്ച് ബാങ്കോക്കിലേക്ക് പോകണം കേട്ടോ. ഒരബദ്ധം പറ്റി കേട്ടോ. അതായത് എയർപോർട്ടിൽ വന്ന് കയറുന്ന ആ സ്ഥലത്ത് തന്നെ ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് എല്ലാ ബ്രാൻഡിൻ്റെയും അത്യാവശ്യം എല്ലാം ഫാസ്റ്റ് ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഗേറ്റിലുണ്ടാവുമല്ലോ മിക്കവാറും എല്ലാതും. അപ്പോൾ പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി സമാധാനത്തിൽ ഫുഡ് കഴിക്കാതെ വിചാരിച്ചിട്ട് അവിടെ പോയി. ഇത് കമ്പാരിറ്റീവ്ലി ചെറിയ എയർപോർട്ടാണ് തോന്നുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്ക് കഴിയുമ്പോൾ നമ്മൾ നേരെ ഗേറ്റിലേക്കാണ് എത്തുന്നത്. അവിടെ കുറച്ച് ഗേറ്റ്സ് ഉള്ളൂ കാണാനുള്ളത്. അവിടെ ഒന്നുമില്ല. കുറച്ച് 1-2 കോഫി ഷോപ്പും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ. ഫുഡൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവിടുന്ന് തന്നെ നോക്കുമ്പോൾ ഈ സെക്യൂരിറ്റി ചെക്കിന് മുമ്പുള്ള ഒരു സ്ഥലത്ത് മക്ഡൊണാൾഡ്സിൻ്റെ ഒരു കൗണ്ടർ കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് പുറത്തേക്ക് പോകാൻ പറ്റും വെച്ചിട്ട് ഞാൻ അവിടുന്ന് സെക്യൂരിറ്റി ചെക്കിൻ്റെ ഇപ്പുറത്തേക്ക് വീണ്ടും വന്നു. കുഴപ്പമില്ല, പോവാം, വീണ്ടും ഈ ബാഗൊക്കെ ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബർഗർ കിങ് ഉണ്ട്, മക്ഡൊണാൾഡ്സ് ഉണ്ട്, എന്ത് വേണേൽ കഴിക്കാം. നിങ്ങൾക്ക് അറിയണ്ടാകും, കൊറിയയിലൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ജായിദ് ഭായ് ഫ്രം പയ്യന്നൂർ. പുള്ളിയാണ് കേട്ടോ വരുന്നത്. പുള്ളി ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കയറും. രാവിലെ 5:30 മണിക്കൊക്കെ ബാങ്കോക്ക് എത്തും. അപ്പം ഞാൻ പക്ഷേ ഒരു ഇപ്പോൾ 11:30 കയറി കഴിഞ്ഞാൽ, ഇവിടുത്തെ 11:30 കയറി കഴിഞ്ഞാൽ 12:40 അവിടെ എത്തും. പിന്നെ നേരം വിളിക്കുന്നവരെ എയർപോർട്ടിൽ ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പുള്ളി വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം ഒരുമിച്ച് പുറത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു 1 മണിക്കൂറും 10 മിനിറ്റും ഫ്ലൈ ചെയ്തിട്ട് ഇവിടെ ബാങ്കോക്കിലെ ഡോൺമ്യോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ. അർദ്ധരാത്രിയോടെ ലാൻഡ് ചെയ്തു. പിന്നെ ഒരു 4-5 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് നേരം വെളുക്കുന്ന സമയത്ത് ജായിദ് ഭായി വന്നിറങ്ങി കേട്ടോ. അവിടെ പുള്ളി വന്നതിന് ശേഷം ഞങ്ങൾ നേരം വെളുത്തിട്ട് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഇറങ്ങി. 2 ദിവസം ഞങ്ങൾ കറങ്ങി. അന്ന് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ആ 2 ദിവസത്തിനിടയ്ക്ക് നമ്മൾ പട്ടായയിലൊരു നമുക്കൊരു വിരുന്ന് കിട്ടിട്ടോ. ഞാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു മാത്യു സാറിനെ പരിചയപ്പെട്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് പുള്ളി പട്ടായയിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ്സൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളി നമ്മളൊരു വിരുന്നിന് ക്ഷണിച്ചു അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ. കിട്ടുന്ന ഫുഡായിരുന്നു അല്ലേ? അടിപൊളി ഫുഡായിരുന്നു. പട്ടായയിൽ തായ്ലൻഡ് വന്നിട്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു എന്താ പറയുക, ഫീസ്റ്റിനോ എന്താ പറയുക, ബഡാഖാന. അതായത് നമ്മൾ ഇന്നത്തെ ഡിന്നറിന് വന്നേക്കാം കേട്ടോ. ഡിന്നർ നമ്മുടെ മാത്യു സാറിൻ്റെ വകയാണ്. മാത്യു സാറ് ഡിന്നർ കഴിക്കാൻ വിളിച്ചപ്പോൾ
വരാന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് നോക്ക്, അതായത് റെസ്റ്റോറൻറ്റിലെ ഒരു ടേബിളിൽ ഇനി വെക്കാൻ സ്പേസ് ഇല്ല. അത്രയും ഐറ്റംസ് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ അദ്ദേഹം നമ്മളെ വിളിച്ചേക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ട്, നമുക്ക് അദ്ദേഹത്തെ വിശദമായിട്ട് പരിചയപ്പെടാം. ആദ്യം മാത്യു സാർ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറയണം. ഇത് നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ മോര് കറി എന്ന് പറയും, പുളിശ്ശേരി എന്ന് പറയും, പിന്നെ കേരള റൈസ്, നമ്മളെ റെഡ് റൈസ്, അതെ മട്ട റൈസ്, കപ്പ, മീൻ കറി. ഇത് കണ്ടോ കപ്പയുണ്ടോ, ഭംഗിയിൽ വെച്ചിരിക്കണോ കപ്പയാണ്. കപ്പയിലേക്കുള്ള മീൻ കറി ഉണ്ട്. നമ്മുടെ അപ്പം, പൊറോട്ട, ഒറിജിനൽ കേരള പൊറോട്ട. ഇപ്പൊ സാർ പൊടിച്ച പപ്പടം. ഇത് മറ്റേ സ്ക്വിഡ് ഫ്രൈ ആണ്. മട്ടൻ കറിയാണ്. ഇത് സാമ്പാർ, തോരൻ, ചിക്കൻ ഫ്രൈ, പ്രോൺസ് ഫ്രൈ, പിന്നെ ചിക്കൻ റോസ്റ്റ്, പോത്ത് ഫ്രൈ. ഇത് സ്പെഷ്യൽ അച്ചാർ. ഞാൻ ഇപ്പൊ കുറച്ച് കഴിച്ചു നോക്കിട്ടോ, ഒരു രക്ഷയില്ലാത്ത അച്ചാറാണ്. കട്ടൻ ചായ, ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ. അപ്പൊ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നത് രാജുഭായി കേട്ടോ. കൂടെ കുറച്ച് ചോറിട്ട്, കുറച്ച് ചോറ് കുറച്ചിടാം. മതി 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 മതി, അത്രയും മതിയോ? മതി, എല്ലാം ടേസ്റ്റ് ചെയ്യണ്ടേ. ഓക്കെ. അപ്പൊ ഈ നമ്മളിപ്പോ ഇരിക്കുന്നത് മാത്യു സാറിന്റെ മലബാർ റെസ്റ്റോറന്റ്. അദ്ദേഹം കുറെ കാലമായിട്ട് തായ്ലൻഡിലാണ് അല്ലേ? നാളെ ശരിക്കും നാട്ടിലെവിടെ? നാട്ടില് കോട്ടയം ജില്ലയിലെ കൊള്ളൂരടുത്ത് വെളിയന്നൂരോ? ഓക്കെ ഓക്കെ. എത്ര വർഷം? കുറെ 30 വർഷം. 30 വർഷം തായ്ലൻഡിലാണ്. ശരി. റെസ്റ്റോറന്റ് ബിസിനസ് വന്നിട്ട് 15 വർഷം കഴിയും. 15 വർഷമായിട്ടുള്ളൂ. തായ്ലൻഡ് കൊണ്ട് ജീവിക്കാൻ നല്ലതല്ലേ? ഫാമിലി ഉണ്ടായിരുന്നു ഒരു 10-15 വർഷം. പിള്ളേരെ വലുതായപ്പോൾ നാട്ടിലേക്ക് കിട്ടും. അതായത് പട്ടായയില് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് ടൂർ വരുന്നുണ്ട്. പിന്നെ മിക്കവാറും ടൂർ പാക്കേജിലൊക്കെ ആയിരിക്കും. എന്തായാലും ഇവിടെ എത്തുമ്പോ ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ചോറോ കഞ്ഞിയോ കിട്ടിയാൽ കൊള്ളാൻ തോന്നി തുടങ്ങും. 10 ദിവസം കഴിയുമ്പോൾ നിർബന്ധമായിട്ടും കിട്ടേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാട്ടോ. ഇതിപ്പോ ലൊക്കേഷൻ കറക്റ്റ് എങ്ങനെ? വാക്കിംഗ് സ്ട്രീറ്റിന്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ. പട്ടായ വരുന്നവർക്ക് വാക്കിംഗ് സ്ട്രീറ്റ് എന്തായാലും അറിയും. അവിടെ എന്തായാലും വിസിറ്റ് ചെയ്യാൻ ആരും പോവില്ല. അപ്പൊ അതിന്റെ അവിടെ നിന്ന് ജസ്റ്റ് 50 മീറ്റർ മാത്രം ദൂരത്തിലാണ്. കഴിച്ചോളൂ, ഞാൻ വർത്താൻ പറഞ്ഞോണ്ടിരിക്കും. ദൂരത്തിൽ മാത്രമേ ഈ മലബാർ റെസ്റ്റോറന്റ്. ഞാൻ വേണമെങ്കിൽ നമ്പർ താഴ്ത്തി വെക്കാം, നിങ്ങൾക്ക് അതായത് വിളിച്ചിട്ടൊക്കെ വേണമെങ്കിൽ. വലിയ കുറെ പേരൊക്കെ ഉണ്ടെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യാലോ അല്ലേ? സാർ കഴിക്കുന്നില്ലേ? എന്നാലും കഴിച്ചോ കേട്ടോ. ഞാനിപ്പോ കുറച്ച് ചോറെടുത്തു, കുറച്ച് സാമ്പാർ എടുത്തു. ചോറും പോത്ത് ഫ്രൈ ടേസ്റ്റ് കിട്ടോ, അടിപൊളിയായിരുന്നു. ഇത് കഴിച്ചു നോക്കിയോ? കഴിച്ചില്ല. കപ്പയൊക്കെ പ്രസന്റ് ചെയ്ത് കണ്ടാൽ തന്നെ പൊളിയാട്ടോ. പൊറോട്ടേന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഇത് ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നല്ല അടിപൊളി, നല്ല ലെയർ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ പൊറോട്ട. മാത്യു സാർ താങ്ക് യു. അതായത് നമ്മൾ ഫുഡൊക്കെ നല്ല വൈക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ, നമ്മൾ പല വൈക്ക് പോയിട്ട് പലതരം ഫുഡുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. തായ് ഫുഡൊക്കെ പലതും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഉണ്ടാവല്ലോ ഈ പൊറോട്ടനെ മിസ് ചെയ്യുമല്ലോ. നമ്മള് യാത്ര ചെയ്യുമ്പോൾ വീടും വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്ന പോലെ തന്നെ മിസ് ചെയ്യുന്ന സാധനമാണ് പൊറോട്ട. 2 ദിവസം കഴിഞ്ഞാൽ അത് ഇതാവും. അപ്പൊ എന്തായാലും അത് സൂപ്പറായിട്ട് കിട്ടി. ഒരുപാട് ഫുഡ് കഴിച്ചിട്ടോ. ഇത് ഫുള്ള് തീർക്കാനൊന്നും പറ്റില്ല. മുമ്പൊരു ഇവിടെ മെനുവിന്റെ ബുക്ക് ഉണ്ടല്ലോ, അതാണ് കിച്ചണിൽ കൊടുത്തിട്ട് അത് മൊത്തം ഓരോന്നും ഉണ്ടായിക്കോന്ന് പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ രാജുഭായ് ഏതാ ഫേവറേറ്റ്? എനിക്ക് നമ്മളെ മീൻകറിയും അച്ചാറും. അച്ചാറും പൊളിയാ. ഒരു എല്ലാ സാധനം ടേസ്റ്റ് ചെയ്തു കേട്ടോ. മീൻകറിയും അച്ചാറും ഈ പറഞ്ഞ മാതിരി കുറച്ച് സ്പെഷ്യലാണ്. കപ്പയ്ക്ക് കറക്റ്റാണ് മീൻകറി. പൊറോട്ടയും സെറ്റാണല്ലേ? പൊറോട്ട നല്ല സോഫ്റ്റ് ഉണ്ട്, അടിപൊളി. നമുക്ക് എന്താണെന്നറിയോ, ഞാൻ ഇപ്പോൾ കുറേ ദിവസമായല്ലോ ഇവിടെ. അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ മിസ് ചെയ്തിട്ട് നിൽക്കുന്ന സമയം ഒന്നാമത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ടേസ്റ്റാണ്, അല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പട്ടായ വരുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. മാത്യു സാറിൻ്റെ മലബാർ റെസ്റ്റോറൻറ്റ് നൈസായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചിറങ്ങിയ ശേഷം പിന്നെ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇപ്പോൾ വീണ്ടും നമ്മളുടെ ഈ ഡോൺ മ്യോങ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ തന്നെയാണ് അല്ലേ? അതെ. അതായത് രാജ്ഭായ് വന്നതിന് ശേഷം ഞങ്ങൾ ഷൂട്ട് കിട്ടണമെന്നില്ല കേട്ടോ. 2 ദിവസം ജസ്റ്റ് ഞങ്ങളിങ്ങനെ കറങ്ങുകയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ബാക്കി ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതുമാണ്.
ഇനിയിപ്പോൾ തായ്ലൻഡിൽ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ഉണ്ട്. ഈ നമ്മുടെ ശരിക്കുള്ള രീതിയിലുള്ള എക്സ്പ്ലോറേഷൻ ശരിക്കും സാധ്യമായിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഭാഷാ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ഇനി അടുത്ത കൺട്രി ഏതാ? ഇതിപ്പോൾ ഞാനൊരു ട്രാവൽ ബ്ലോഗറാണ് കേട്ടോ. ഇയാള് ട്രാവൽ ചെയ്യുന്നതിൻ്റെ പകുതി പോലും ട്രാവൽ ചെയ്യുന്നില്ല. ഒരാഴ്ച ജപ്പാനിലാണെങ്കിൽ ഒരാഴ്ച കൊറിയയിൽ, അടുത്ത ആഴ്ച കൊറിയയിൽ, ഇന്നിപ്പോൾ തായ്ലൻഡ്, അടുത്ത എവിടെയാ? നമുക്കൊന്നും കൂടെ കൊറിയ പോയാലും കൊറിയ ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കൊറിയയിൽ പോകണം, അടുത്ത മാസം പോകണം നമുക്ക്. പോണേ പോവാം. എത്ര രാജ്യം പോയാലും ഇനിയും ചിലപ്പോൾ നമ്മൾ കുറേ രാജ്യം പോകായിരിക്കും. എന്നാലും കൊറിയ ഒരു സ്പെഷ്യലാണ് ശരിക്കും. എന്തായാലും അവിടുത്തെ ആ ഒരു ഫുഡ് കൾച്ചറും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ മൂപ്പരില്ലാതെ ജപ്പാനിൽ പോയിരുന്നു. പക്ഷെ മൂപ്പര് പകരം വീട്ടി, മൂപ്പരിനെ കൂട്ടാതെ ഒറ്റക്ക് മൂപ്പര് ജപ്പാനിൽ പോയി. അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാം കേട്ടോ. ഈ തായ്ലൻഡ് ട്രിപ്പ് ഇവിടെ അവസാനിക്കാനും ഇനി നമുക്ക് പിന്നെ ഒന്ന് പ്ലാൻ ചെയ്യണം. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ ആൾ, ഇംഗ്ലീഷ് അറിയുന്ന ഒരു ലോക്കൽ സുഹൃത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കുറേ സംഭവങ്ങളൊക്കെ കാണാനുണ്ട് തായ്ലൻഡ്. ഇതിപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്നാണ് പോലും മനസ്സിലാകാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാനത് മോശമായിട്ട് പറയല്ല കേട്ടോ. അത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല, നമുക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നില്ല. അതുകൊണ്ട് വെറുതെ കാണുന്ന വീഡിയോ ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ കാണുന്ന കാഴ്ചകളൊക്കെ വീഡിയോ ആക്കാറില്ല, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒന്നും തരാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വീഡിയോ ഒരു വರ್ತല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ട്രാവൽ ചെയ്യാതിരുന്നത്. ഇപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ്. ഇവിടുന്ന് ബാംഗ്ലൂർക്കാണ് പോകണത്. ബാംഗ്ലൂർ വഴിയാണ് നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ബാംഗ്ലൂർക്ക് എന്ന് പറയുമ്പോൾ മുമ്പ് ചിരിക്കുന്നത് എന്താ അറിയോ, കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്, അത് മാറിയിട്ട് ബാംഗ്ലൂർക്കായി പോയി. ഇനിയിപ്പോൾ അവിടുന്ന് ഞാൻ ടാക്സി എടുത്തിട്ട് അവിടെ പാലക്കാട് എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പിന്നെ കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഈ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒരു ചൈനീസ് വില്ലേജിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ വരെ എത്തുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ വിശേഷങ്ങളൊന്നും അധികമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം വരുന്നുണ്ട് ഒരു നല്ലൊരു തായ്ലൻഡ് വീഡിയോ തരാനായിട്ട്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വരുന്നുണ്ട്. തായ്ലൻഡ് വീഡിയോസ് ഒരുപാട് യൂട്യൂബിൽ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ കുറേ സംഭവങ്ങൾ നമുക്കിവിടെ ഉണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല. പക്ഷെ അതിനൊക്കെ ഒന്നും കൂടി പ്രിപ്പയർഡായിട്ട് തന്നെ വരണം, ആളും വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്തൊരു യാത്രാ സീരീസിൽ വീണ്ടും കാണാം അല്ലേ? ബൈ ബൈ.